സെക്രട്ടേറിയറ്റിന് മുന്നിലെ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ പങ്കെടുത്ത 2 പേർ കുഴഞ്ഞു വീണു. സെലീന എന്ന യുവതിയും മറ്റൊരാളുമാണ് കുഴഞ്ഞു വീണത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്രീനന്ദ SP ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനന്ദ, ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണോ? ഏത് ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്? ദേവിക, ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന് പിന്നാലെയാണ് ഇപ്പോൾ CPO ഉദ്യോഗാർത്ഥികൾ ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇന്നലെ മുതൽ സമരം ആരംഭിച്ചത്. ഇപ്പോൾ അവരുടെ സമരം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇവരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ റാങ്ക് ലിസ്റ്റ് പോകാൻ 15 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുക. ഈ ഒരു അവസരത്തിൽ തങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യം എന്താകും എന്നൊരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലാവധി തീരാൻ വെറും 15 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഇവരിപ്പോൾ സമരത്തിലേക്ക് കടക്കുന്നത്. എന്താണ് ഈ ഒരു സമരം? എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇതുവരെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. ഞങ്ങളുടെ ലിസ്റ്റ് വന്നിട്ട് ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഞങ്ങളുടെ ലിസ്റ്റ് അവസാനിക്കാനായിട്ടുള്ളൂ. ആ ദിവസങ്ങളിൽ പോലും വളരെ ചുരുങ്ങിയ 30% താഴെ മാത്രമാണ് ഞങ്ങൾക്ക് വേക്കൻസീസ് വന്നിരിക്കുന്നത്. ഇതിൽ ഏജ് ഓവർ ആയ ആൾക്കാരുണ്ട്, ഒരുപാട് കുട്ടികളുടെ അമ്മമാരുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റിൽ വന്ന് ഫിസിക്കൽ ടെസ്റ്റും കഷ്ടപ്പെട്ട് പാസ്സായി ഇത്രത്തോളം വന്നിട്ടും ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് വെച്ചിരുന്ന വേക്കൻസീസ് പോലും ഇപ്പം തരുന്നില്ല. അവർ പറയുന്നത് വേക്കൻസീസ് ഇല്ല, നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ കഴിഞ്ഞു, ഇനി ഇത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 30% പോലും ഞങ്ങൾക്ക് നിയമനം ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഈ വന്നിരിക്കുന്നവരെല്ലാം മറ്റ് ലിസ്റ്റുകളിലൊന്നും ഉള്ളവരല്ല. ഇനി വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ആൾക്കാരാണ്. ഈ ലിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്ന് പഠിക്കാൻ പോലും പറ്റാതെ ഇതിന് വേണ്ടി മാത്രം പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരാണ് ഇതിലുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഇത് കിട്ടിയേ മതിയാവും. ഞങ്ങൾ മരണം വരെയും പോരാടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹസീന ഉൾപ്പെടെയുള്ള 964 പേർ ഉൾപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ PSC റാങ്ക് പട്ടികയുടെ കാലാവധി ഈ മാസം 19-നാണ് അവസാനിക്കുന്നത്. ഇതിനകം ജോലി ലഭിച്ചത് വെറും 268 പേർക്കാണ്. CPM അനുഭാവികളായ ബോഡി ബിൽഡിംഗ് താരങ്ങളാണ് പോലീസ് നിയമിച്ചത്. വിവാദവും ഉയരുന്നുണ്ട്. CPM അധിനിവേശത്തിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഇവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നൊരു വാദം ഈ ഒരു ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 3 ഉദ്യോഗാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ നിരാഹാരം തുടങ്ങിയത്. അതിനുശേഷമാണ് ബാക്കി വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ എത്തി ഇപ്പോൾ ഇവിടെ സമരം തുടരുന്നത്. ഇപ്പോൾ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഇവർ കണ്ണുകെട്ടി പ്രതിഷേധം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ പങ്കെടുത്ത 2 പേർ കുഴഞ്ഞു വീണിരിക്കുകയാണ്. സലീന എന്ന യുവതിയും മറ്റൊരാളുമാണ് കുഴഞ്ഞു വീണത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.